ഹായ് ഓൾ, യൂണീക്ക് ലേണിംഗ് സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സിലെ മോഷൻ ഇൻ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. വളരെ ഹമ്പിളായിട്ടുള്ളൊരു റിക്വസ്റ്റാണ്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് ഹെൽപ്പ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഹെൽപ്പുകൾ നമ്മൾ ചെയ്താൽ മാത്രമേ എനിക്ക് തുടർന്നും വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റൂ. കാരണം ഇത് നല്ല ചിലവുള്ള ഒരു പരിപാടിയാണെന്ന് നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഈ ഒരു ഹെൽപ്പ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ സ്ക്രീനിൽ വരും, നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ വരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കും. എന്താണ്? ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സം ഓഫ് ടു വെക്ടേഴ്സ് ഈസ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം, ആംഗിൾ ബിറ്റ്വീൻ ദം എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ടാരും. അപ്പം നമ്മുടെ കയ്യിൽ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. വെക്ടർ എ ആണ് ഇത്, കണ്ടോ. വെക്ടർ ബി ആണ് ഇത്. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണ്. ഈ തീറ്റ എത്രയെന്നാണ് ചോദ്യം. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ സം എങ്ങനെയാണ് കാണുന്നത്? റിസൾട്ടൻ്റ് എങ്ങനെയാണ് കാണുന്നത്? റൂട്ട് ഓഫ് വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ പ്ലസ് വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് കോസീറ്റ. അപ്പം ഞാൻ അങ്ങനെ എഴുതാം. എന്താണ്? വെക്ടർ എ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് വെക്ടർ ബി മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ 2 മാഗ്നിറ്റ്യൂഡ് എ മാഗ്നിറ്റ്യൂഡ് ബി കോസ് തീറ്റ. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഞാൻ ഇതിനെ ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്തേക്കാം. ഇതെന്താണ്? റൂട്ട് ഓഫ് സ്ട്രൈറ്റ് അങ്ങ് എഴുതാണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഇതിൻ്റെ ഡിഫറൻസ് കാണാം. എങ്ങനെയാണ് എ മൈനസ് ബി കാണുക? എ മൈനസ് ബി കാണാൻ എന്താ വഴി? വെക്ടർ എ പ്ലസ് നെഗറ്റീവ് വെക്ടർ ബി കാണണം അല്ലേ? അപ്പോൾ നമുക്ക് നെഗറ്റീവ് വെക്ടർ ബി കാണാം. ഇപ്പോൾ ഇതിനെ ഇങ്ങോട്ട് വരയ്ക്കുക. ഇതാണ് നെഗറ്റീവ് വെക്ടർ ബി. ഇപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര വരും? വളരെ ക്ലിയർ ആണ്, 180 മൈനസ് തീറ്റ എന്ന്. അപ്പോൾ വെക്ടർ എക്കും നെഗറ്റീവ് വെക്ടർ ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ 180 മൈനസ് തീറ്റയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇത് രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് കാണും. അതാണല്ലോ ഡിഫറൻസ്. അപ്പോൾ ഡിഫറൻസ് നമ്മൾ കാണാൻ പോവാണ്. റൂട്ട് ഓഫ് എന്താണ്? വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് നെഗറ്റീവ് വെക്ടർ ബി ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് വെക്ടർ നെഗറ്റീവ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് കോസ് 180 മൈനസ് തീറ്റ. കോസ് 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് കോസ് തീറ്റ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അപ്പോൾ അവിടെ മൈനസ് കോസ് തീറ്റ എന്നും കിട്ടാൽ മതി. അപ്പം മൈനസ് കോസ് തീറ്റ. പേടിച്ചില്ലല്ലോ. ഇനി സ്ട്രൈറ്റ് ഞാനങ്ങ് എഴുതിക്കോട്ടെ. ഇപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് നെഗറ്റീവ് വെക്ടർ ബിയുടെ സ്ക്വയർ എന്താണ്? ബി സ്ക്വയർ. ഓക്കെ, അടുത്ത ആ മൈനസ് ഇവിടെ വരും. മൈനസ് 2ab കോസ് തീറ്റ എന്ന് വരും. ഇനി പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് ആൻസറുകളും ഈക്വലാണ്. അപ്പോൾ രണ്ടിനെയും കൂടെ ഈക്വേറ്റ് ചെയ്യാം. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ എന്ന് ഞാൻ എഴുതിക്കോട്ടെ. റൂട്ട് രണ്ട് സ്ഥലം ഉണ്ടല്ലേ. ഇനി രണ്ടിൻ്റെ സ്ക്വയർ അങ്ങ് എടുത്താൽ റൂട്ട് അങ്ങ് പോയി. അപ്പോൾ ഇതെന്താവും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ എന്നായി. ഇനി ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. എ സ്ക്വയർ അപ്പുറം ഉണ്ട്, ബി സ്ക്വയർ അപ്പുറം ഉണ്ട്, 2ab ഉണ്ട്. ബാക്കി നമ്മൾ എല്ലാം ഒരു സൈഡിലാക്കാം. ലെഫ്റ്റിൽ കോസ് തീറ്റ, റൈറ്റിൽ മൈനസ് കോസ് തീറ്റ. അതെടുത്ത് ലെഫ്റ്റ് വയ്ക്കുക. അപ്പോൾ 2 കോസ് തീറ്റ. അപ്പോൾ 2 കോസ് തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0/2. എത്ര? 0. കോസ് 90 ആണ് 0, നമുക്കറിയാം. അപ്പോൾ തീറ്റയുടെ വാല്യൂ എത്രയാണ്? 90 എന്നാണ്. പേടിച്ചോ? അടിപൊളിയല്ലേ? അപ്പോൾ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. രണ്ട് വെക്ടർ എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് സം എങ്ങനെയാണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അത് നമുക്കറിയാം. ഇനി ഇതിൻ്റെ ഡിഫറൻസിൻ്റെ ആൻസർ അങ്ങ് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. ഈ രണ്ട് ആൻസറും കൂടി ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്നിട്ട് ക്യാൻസൽ ചെയ്യാനുള്ള ക്യാൻസൽ ചെയ്യുക. റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? തീറ്റയുടെ വാല്യൂ. പേടിച്ചോ? പേടിക്കുകയും ചെയ്യരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോൾ ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ യുവിൻ്റെ ആൻസർ തന്നിട്ടുണ്ട്. ഇനി അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് വെർട്ടിക്കലായിട്ട് 60 ഡിഗ്രിയിലാണ് പ്രൊജക്റ്റ് ചെയ്തത്. ദെൻ അപ്പം നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇതാണ് യു. ഓക്കെ, ഇത് വെർട്ടിക്കൽ, ഇത് ഹൊറിസോണ്ടൽ.
വെർട്ടിക്കലുമായിട്ട് 60 ഡിഗ്രിയിലാണ്. അപ്പോൾ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. നമുക്ക് ഈ 60 അങ്ങ് മറന്നേക്കാം, നമുക്ക് ചെയ്യാൻ സൗകര്യം 30 വെച്ചാൽ. ഇനി നിങ്ങൾ നോക്കുക, യുവിനെ റിസോൾവ് ചെയ്യാൻ 2 കമ്പോണൻസ് കിട്ടും. ഏതൊക്കെയാണ്? യു കോസ് തീറ്റ, യു കോസ് 30, യു സൈൻ 30. ഇത്രയൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബോഡിക്ക് 2 വെലോസിറ്റി ഉണ്ട്, ഒരു വെർട്ടിക്കൽ വെലോസിറ്റിയും ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റിയും. എന്താണ്? വാട്ട് ഈസ് എ വെലോസിറ്റി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്? അപ്പർമോസ്റ്റ് പോയിന്റിൽ ബോഡിക്ക് വെർട്ടിക്കൽ വെലോസിറ്റി കാണില്ല. വെർട്ടിക്കൽ വെലോസിറ്റിയുടെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. ബോഡിക്ക് ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ കാണൂ. ഹൊറിസോണ്ടൽ വെലോസിറ്റിയുടെ ആൻസർ യു കോസ് 30 എന്നാണ്. ആണോ? അപ്പോൾ ബോഡിക്ക് ഒരേ ഒരു വെലോസിറ്റിയേ ഉള്ളൂ. ഏതാണ്? യു കോസ് 30 എന്ന് പറഞ്ഞാൽ യു ഇൻറ്റു കോസ് 30 എന്ന് പറഞ്ഞാൽ സൈൻ 60 √3/2. യുവിൻ്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട് 10, ദെൻ √3/2. ആൻസർ ഇതാ വരുന്നു 5√3. ഉണ്ടോ? ഒരു പേടിയും വേണ്ട, അടിപൊളി ആൻസർ. എളുപ്പമല്ലേടാ? നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അപ്പർ മോസ്റ്റ് പോയിന്റിൽ എന്ത് വെലോസിറ്റിയേ ഉള്ളൂ? ഹൊറിസോണ്ടലേ ഉള്ളൂ, വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ല. അത്രമാത്രം ചിന്തിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ പ്രൊജക്ടൈൽ ദ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് n ടൈംസ് ഒറിജിനൽ വാല്യൂ ഇഫ് സ്പീഡ് ഈസ് മെയ്ഡ് n ടൈംസ്. നിങ്ങൾക്ക് അറിയാം ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2u sin θ ഡിവൈഡഡ് ബൈ g എന്നാണ്. ഇതിൽ യുവിൻ്റെ വാല്യൂ n ടൈംസ് യു ആക്കുക. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ആൻസർ 2 × nu sin θ ഡിവൈഡഡ് ബൈ g എന്ന് വരും. അതായത് n ടൈംസ് t എന്ന് വരും. അപ്പോൾ വെലോസിറ്റിയുടെ ആൻസർ n ടൈംസ് ആക്കിയാൽ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ആൻസർ n ടൈംസ് ആവും. അപ്പോൾ അസർഷൻ കറക്റ്റ് ആണ്. ഇനി അടുത്ത രണ്ടാമത്തെ റീസൺ കൊടുത്തിരിക്കുന്നു. ഫോർ പ്രൊജക്ടൈൽ ദിസ് ഈസ് ഡ്യൂ ടു ദ റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ വിച്ച് ബിക്കംസ് n ടൈംസ്. റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ. u² sin 2θ ഡിവൈഡഡ് ബൈ g എന്നാണ് അല്ലേ. ഇതിൽ യുവിൻ്റെ വാല്യൂ nu ആക്കിയാൽ എന്ത് മാറ്റും? അതാ r ഡാഷിൻ്റെ ആൻസർ nuവിൻ്റെ സ്ക്വയർ. അപ്പോൾ n² u² sin 2θ ഡിവൈഡഡ് ബൈ g എന്നായി. അതായത് n² ടൈംസ് r എന്നായി. അവർ പറഞ്ഞിരിക്കുന്നത് യുവിൻ്റെ ആൻസർ nu ആക്കിയാൽ റേഞ്ചിൻ്റെ ആൻസർ n ടൈംസ് r ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റല്ലേ? n² ടൈംസ് r ആവല് ചെയ്യുന്നത്. അപ്പോൾ അസർഷൻ കറക്റ്റാണ്, റീസൺ റോങ് ആണ്. അപ്പോൾ അസർഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് റോങ് എന്നാണ്. അപ്പോൾ സി ആണ് അതിൻ്റെ ആൻസർ. പ്രയാസപ്പെട്ടോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താ? എ പാർട്ടിക്കിൾ ഈസ് ത്രോൺ അറ്റ് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. ആയിക്കോട്ടെ. ഇറ്റ് റിമെയിൻസ് ഇൻ എയർ ഫോർ 1 സെക്കൻഡ്. എയറിൽ നിൽക്കുന്നു 1 സെക്കൻഡ്. അതായത് പ്രൊജക്ടൈലാണ്, അത് എയറിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ടൈം എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്, 1 സെക്കൻഡ് ആണ്. വാട്ട് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി? അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് പറയാം. 2u sin θ ഡിവൈഡഡ് ബൈ g എന്നാണ് അല്ലേ. ഇപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ വാല്യൂ ഇവിടെ 1 എന്നാണ്. ഈസ് ഈക്വൽ ടു 2 എഴുതി. യുവിൻ്റെ ആൻസർ എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ യുവിൻ്റെ ആൻസർ തന്നിട്ടില്ല. ഓക്കെ. സൈൻ θ സൈൻ 45 എത്രയാണ്? 1/√2. ഓക്കെ. ജിയുടെ വാല്യൂ അതുപോലെ എഴുതി. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു 2 നമുക്ക് √2 × √2 എന്ന് എഴുതാം. ബാക്കി യു, ബാക്കി √2g. അപ്പോൾ √2കൾ ക്യാൻസലായി. നമുക്ക് √2 ടൈംസ് യു ബൈ ജി എന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. √2 എന്ന് പറഞ്ഞാൽ 1.4 ആണ്. യുവിൻ്റെ ആൻസർ എനിക്ക് അറിഞ്ഞുകൂടാ. ഡിവൈഡ് ബൈ ജിയുടെ വാല്യൂ 9.8 എന്നാണ്. ഇതൊന്ന് ക്രോസ് ചെയ്യാം മക്കളെ. 1.4 യു ഈസ് ഈക്വൽ ടു 9.8 എന്നാണ്. അപ്പോൾ യുവിൻ്റെ ആൻസർ 9.8 ബൈ 1.4 എന്നാണ്. ഇത് അപ്രോക്സിമേറ്റ്ലി എത്രയെന്ന് വരും? 7 എന്ന് വരും. അപ്പോൾ 7നോട് വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഇതാണ്. ഇത് പ്രയാസപ്പെടാവുന്നില്ലല്ലോ. കൊച്ചുകുട്ടിയൊക്കെ പോലും മനസ്സിലാവുന്ന ഒരു ഇക്വേഷനിൽ ചുമ്മാ വാല്യൂ ഇട്ട് കളിക്കുക. ദാറ്റ്സ് ഓൾ. ഇപ്പോൾ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. പേടിച്ചാരെങ്കിലും പേടിക്കുകയും ചെയ്യരുത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലർ പാത്തിൽ ബോഡി പോകുന്നു, അതിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് എന്നാണ്. ഇനി ഇപ്പോൾ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ വെച്ചിട്ടുള്ള വെലോസിറ്റി ഇങ്ങോട്ടാണ്, ഇവിടെ വെച്ചുള്ള വെലോസിറ്റി ഇങ്ങോട്ടാണ്, ഇവിടെ വെച്ചുള്ള വെലോസിറ്റി ഇങ്ങോട്ടാണ്. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ചേഞ്ചസ് ഫ്രം പോയിന്റ് ടു പോയിന്റ്. ഹെൻസ് ഇറ്റ് ഗെറ്റ്സ് ആക്സലേഷൻ. ഈ ആക്സലേഷൻ സെൻട്രലോട്ടാണ്. ഈ ആക്സലേഷൻ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സലേഷൻ. എല്ലാം നിങ്ങൾക്ക് അറിയാം. ഇനി ആദ്യത്തെ ചോയ്സ് നോക്കുക. യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോൺസ്റ്റന്റ് സ്പീഡ് മോഷൻ. ശരിയാണ്. ഇനി കോൺസ്റ്റന്റ് വെലോസിറ്റി മോഷൻ അല്ല. നോൺ ആക്സലേറ്റഡ് മോഷൻ ആണോ? അല്ല. ആക്സലേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ ഉള്ള മോഷൻ. അപ്പോൾ സീറോ ആക്സലേഷൻ അല്ല, അതും അല്ല. ഓക്കെ. അപ്പോൾ ഇനി സീറോ ആക്സലേറ്റഡ് മോഷൻ. അപ്പോൾ ലാസ്റ്റ് രണ്ടും അല്ല. അപ്പോൾ നമുക്ക് ആൻസർ എ ആണ്.
അടിപൊളിയല്ലേ? തെറ്റിക്കരുത്, ആ വേർഡിങ്സ് നോക്കിയിട്ട് തെറ്റിച്ചുള്ളരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് 4 times മാക്സിമം ഹൈറ്റ്? ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് 4 times മാക്സിമം ഹൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്ര? നമുക്ക് വാല്യൂ ചുമ്മാ ഇട്ടാൽ, ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആറിൻ്റെ വാല്യൂ എന്താണ്? u² sin 2θ/g എന്നാണ്. ഇനി 4 times എച്ചിൻ്റെ വാല്യൂ എന്താണെന്നറിയോ? u² sin² θ/2g എന്നാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാതെ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻസ് ആണ് കമ്പൽസറി ആയിട്ട്. ഇനി നമുക്കൊന്ന് റെഡിയാക്കാം മക്കളെ. u² എഴുതി sin 2θ എന്ന് പറഞ്ഞാൽ എന്താ? 2 sin θ cos θ എന്നാണ്. 2 sin θ cos θ /g ഈസ് ഈക്വൽ ടു 4 എഴുതി u² sin θ sin θ നമുക്ക് എഴുതാം /2g. ആർക്കും ഇതുവരെ ഒന്നും പേടിയൊന്നും തോന്നിയിട്ടില്ല? ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യും. u² ക്യാൻസൽ ചെയ്തു, g ക്യാൻസൽ ചെയ്തു. ഇനി ഇവിടെ നമുക്കിവിടുന്ന് ഒരു 2 ഇതുകൊണ്ട് ഇവിടെ ഒരു 2 വരും, അപ്പുറം 2ഉം ക്യാൻസൽ ചെയ്തു. ഇനി ഒരു sin θ ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് കിട്ടുന്നത് cos θ ഈസ് ഈക്വൽ ടു sin θ എന്നാണ്. sin θയും cos θ എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? എത്ര ആംഗിളിലാണ്? 45 അപ്പോൾ θ 45 എന്നാണ്. പേടിച്ചാടാ, അടിപൊളി ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് സ്ഥിരമായിട്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സൂക്ഷിച്ചോണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വരുന്നു. If the angle of projection for a projectile with the same initial velocity exceed or fall short of 45 by equal amounts alpha, then the ratio of horizontal ranges. പേടിക്കരുതേ, ഇതിനകത്ത് തീറ്റയുടെ വാല്യൂ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? എക്സീഡ് ഓർ ഫോൾ ഷോർട്ട് ഓഫ് 45 ബൈ ആൽഫ. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് തീറ്റയുടെ വാല്യൂ 45 പ്ലസ് ആൽഫ എന്നെടുക്കാം. രണ്ടാമത്തെ കേസിൽ തീറ്റയുടെ വാല്യൂ 45 മൈനസ് ആൽഫ എന്നെടുക്കാം. അങ്ങനെ എടുത്തോളാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റേഞ്ച് തമ്മിലുള്ള റേഷ്യോ എടുക്കണം. അപ്പോൾ ഫസ്റ്റ് കേസ് തീറ്റയുടെ വാല്യൂ നമ്മൾ എത്രയെന്ന് എടുക്കാൻ പോകുന്നു? 45 മൈനസ് ആൽഫ എന്ന് എടുക്കാൻ പോകുന്നു. ഓക്കെ. രണ്ടാമത്തെ കേസിൽ തീറ്റയുടെ ആൻസർ 45 പ്ലസ് ആൽഫ എന്ന് എടുക്കാൻ പോകുന്നു. എടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി റേഞ്ച് കണ്ടുപിടിക്കുക. ഫസ്റ്റ് കേസിൽ റേഞ്ച് എന്താണ്? റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ u² sin 2θ /g എന്നാണ്. ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കാം. u² എഴുതി sin 2 × 45 മൈനസ് ആൽഫ /g. പേടിക്കരുതാരും. u² എഴുതി sin എഴുതി sin 90 മൈനസ് 2 ആൽഫ /g എന്നാണ്. അപ്പോൾ u² അതുപോലെ എഴുതി sin 90 മൈനസ് θ എന്ന് പറഞ്ഞാൽ cos θ അല്ലേ? അപ്പോൾ cos 2 ആൽഫ /g. അപ്പോൾ R1ൻ്റെ ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് R2ൻ്റെ ആൻസർ കണ്ടുപിടിച്ച് നോക്കാം. R2 കണ്ടുപിടിക്കാം. എന്താണ് ഇക്വേഷൻ? u² sin 2θ /g എന്നാണ്. ഈസ് ഈക്വൽ ടു u² എഴുതി sin 2 എഴുതി തീറ്റയുടെ വാല്യൂ എത്രയാണ്? 45 പ്ലസ് ആൽഫ എന്നാണ് /g എന്നാണ്. ആർക്കും പേടിയില്ല. R2 ഈസ് ഈക്വൽ ടു u² sin എഴുതി 2 × 45 90 മൈനസ് പ്ലസ് 2 ആൽഫ എന്നാണ് /g എന്നാണ്. ഈക്വൽ ടു നിങ്ങൾ നോക്കുക, u² എഴുതി sin 90 പ്ലസ് θ ആയാലും cos θ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ cos 2 ആൽഫ എന്നാണ് /g എന്നാണ്. നിങ്ങൾ നോക്കുക, R1ഉം R2ൻ്റെ ആൻസർ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ റേഷ്യോ? അവർ തമ്മിലുള്ള റേഷ്യോ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. 1/1, 1:1. ഓക്കെ. അടിപൊളിയല്ലേ? 1:1 എന്നാണ്. പൊളിയല്ലേ മക്കളെ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെടുന്നുണ്ടോ ക്വസ്റ്റ്യൻ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ വെലോസിറ്റി ഓഫ് എ പ്രൊജക്ടൈൽ അറ്റ് ദ പോയിന്റ് എ ഈസ് 2i + 3j. വെലോസിറ്റി അറ്റ് ബി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റിൽ വെലോസിറ്റി കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതാണ് വെലോസിറ്റി അല്ലേ? ഇതിനെ റിസോൾവ് ചെയ്താൽ നമുക്ക് 2 കമ്പോണൻറ്റ് കിട്ടും. ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും കിട്ടും, ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും കിട്ടും. ഓക്കെ. ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എത്രയെന്ന് നമുക്കവിടെ പറഞ്ഞിരിക്കുന്നത് 2i + 3j എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് 2 ആയിരിക്കും അല്ലേ? ഇത് 3 ആയിരിക്കും. ഇതുവരെ സംശയമൊന്നുമില്ല. ഇനി ബി എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങൾ തന്നെ നോക്കുക, ഇങ്ങനെയാണ് വെലോസിറ്റി. അപ്പോൾ അതിനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2 കമ്പോണൻറ്റ് കിട്ടും, ഒരു ഹൊറിസോണ്ടലും ഒരു വെർട്ടിക്കലും. ഓക്കെ. ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് നേരത്തെ പ്രൊജക്ടൈലിൻ്റെ സ്റ്റാർട്ടിങ് സമയത്തുള്ളത് തന്നെ ആയിരിക്കും. അപ്പോൾ അത് എത്ര തന്നെ ആയിരിക്കും?
2 തന്നെ ആയിരിക്കും. വെർട്ടിക്കലായിട്ടുള്ളത് നേരത്തെ വെർട്ടിക്കലായിട്ടുള്ളത് മേലോട്ടായിരുന്നു, ഇത് താഴോട്ടാവും. അപ്പം -3. അപ്പം ഇനി നിങ്ങൾ തന്നെ ആൻസർ പറയുക. 2i - 3j എന്നാണ് ഇതിൻ്റെ ആൻസർ. ഇങ്ങനെ ഉണ്ട്, ഇഷ്ടപ്പെട്ടോ? 2i - 3j. അപ്പോൾ ഓപ്ഷൻ എ ആണ്. ഇഷ്ടപ്പെട്ടോ? പേടിക്കരുത്. ആദ്യത്തെ കേസിൽ 2 റൈറ്റിലോട്ടും 3 മേലോട്ടും, അപ്പോൾ 2i + 3j. ഇനി ഇവിടുത്തെ കേസിൽ 2 റൈറ്റിലോട്ട്, അപ്പോൾ 2i -3 താഴോട്ട്, അപ്പം -3j. പിടി കിട്ടിയോ? അപ്പോൾ ആദ്യത്തെ 8 ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ കടന്നു വന്നത്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ നല്ലതല്ലേ? അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.